നമസ്കാരം. തെലുങ്ക് താരം നാഗചൈതന്യയും നടി ശോഭിത ധൂലിപാലയും വിവാഹിതരാവാൻ പോകുന്ന കാര്യം നമ്മൾ ഏവരും അറിഞ്ഞു കാണും. ഓഗസ്റ്റ് 8-നായിരുന്നു അവരുടെ വിവാഹ നിശ്ചയം. നാഗചൈതന്യയുടെ പിതാവും തെലുങ്ക് നടനുമായ നാഗാർജുനയാണ് ഇക്കാര്യം ഔദ്യോഗികമായി ആദ്യം ലോകത്തെ അറിയിച്ചിരുന്നത്. വിവാഹ നിശ്ചയ വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ശോഭിത ധൂലിപാലയും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. വിവിധ പോസിൽ ദമ്പതികൾ നിൽക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. 3 വർഷത്തോളം നീണ്ട ഡേറ്റിംഗിന് ശേഷമാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ഇരുവരും ഡേറ്റിംഗിലാണ് എന്ന് നേരത്തെയും വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇരുവരും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നാഗചൈതന്യയുടെ രണ്ടാമത്തെ വിവാഹമാണിത്. നേരത്തെ ആദ്യത്തെ വിവാഹം നടി സാമന്തയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രണയം വിവാഹമായി മാറുകയായിരുന്നു. എന്നാൽ നാഗചൈതന്യയും സാമന്തയും 2021 വേർപിരിഞ്ഞിരുന്നു. നാഗചൈതന്യയുടെ കുടുംബവുമായി ചേരാത്തതാണ് വേർപിരിയലിലേക്ക് നയിച്ചത് എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ അതിനും കാരണമൊന്നും വ്യക്തമല്ല. ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു വൈൻ ടേസ്റ്റിംഗ് സെഷനിൽ നിന്നുള്ള നാഗചൈതന്യയുടെയും ശോഭിതയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇരുവരും അടുപ്പത്തിലാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശോഭിത ധൂലിപാല കടുത്ത സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശോഭിത പങ്കുവച്ച ചിത്രത്തിലടക്കം സാമന്തയുമായുള്ള നാഗചൈതന്യയുടെ കുടുംബം ശോഭിത തകർത്തുവെന്നും ഇനി മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. സാമന്ത പോലും മൂവ് ഓൺ എന്ന് പറഞ്ഞ സംഗതിയിൽ നാട്ടുകാർക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച് വേറൊരു കൂട്ടരും ആക്രമണത്തെ പ്രതിരോധിക്കുന്നുണ്ട്. സിനിമാക്കാരും മനുഷ്യരാണ് എന്ന് പലപ്പോഴും സൈബർ ഇടങ്ങളിൽ മറക്കുന്ന കാഴ്ചയാണ് നാം എപ്പോഴും കാണുന്നത്. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.